ഈ ചേച്ചിൻ്റെ കൂടെ കളിക്കുന്നത് ആണോ? ഓ ചേച്ചിനെ കളിക്കാൻ കൂട്ടണേ കേട്ടോ. ഓക്കെ പറയ്, ബായ് പറയ്, ബായ്. അമ്മ വീഡിയോ എഡിറ്റ് ചെയ്യാം, വേക്കിലോട്ട് ഇരിക്കും. ഓ ആ സൂചി വെച്ചിട്ട് വരേ. ബായ്. ആ ആയിക്കോട്ടെ, ബായ്. ബൈ ദ ബൈ, അച്ഛനും അമ്മയും പോകുന്നതിൻ്റെ സന്തോഷത്തിലാണ് തുമ്പി. എന്താ അല്ലേ സ്വഭാവം. തുമ്പീനെയും കാശിനെയും വീട്ടിലാക്കിയിട്ടാണ് അല്ലുട്ടനെയും കൂട്ടിയാണ് ഞങ്ങൾ പോണത് കേട്ടോ. അല്ലുവിന് സൂചി വെക്കാണ്ടെന്ന് തുമ്പീനോട് കള്ളത്തരം പറഞ്ഞിട്ടാണ് പോയത്. അല്ലെങ്കിൽ ഒക്കെ ഒന്ന് ആലോചിച്ചാൽ മതി, ഒരു മാസത്തിൽ എത്ര സൂചി വെപ്പാണല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെല്ലാവരും തന്നെയാണോ കാരണം പറയൽ? കാർ കയറി ഞാൻ ഇന്നെ തന്നെ നോക്കിയപ്പോഴാണ് പൊട്ട് വെക്കാൻ മറന്നു എന്നുള്ളത് മനസ്സിലായത്. കേട്ടോ ബാലൻസിങ് കൊടുക്ക് മുഖോ. കേട്ടോ ബാലൻസിങ് എനിക്ക് തന്ന അങ്ങനെ തരണം. നോക്കട്ടെ, യാദൃശ്ചികമായി തിരിഞ്ഞു നോക്കാനാണോ നിങ്ങൾക്ക്? എന്നാ നോക്കിക്കോ. കയ്യ് ഒരു പൊട്ട് തരാൻ പറഞ്ഞാൽ ലോകം മൊത്തം തരല്ലേ. ബായ് തുമ്പി. ഓ ഏതോ സ്കൂളല്ലേ മോനെ? REC സ്കൂള്, നമ്മൾ പഠിച്ച സ്കൂള്, പ്യുവർ സ്കൂൾ. നമ്മൾ എത്ര ക്ലാസ്സിലോടെ പഠിച്ചത്? നിങ്ങൾക്ക് എന്നാലും മീശ ഉണ്ടായത്. ഗേൾസോ? എന്താ ഗേൾസിന് നിങ്ങൾ ഫാൻസ് ഇല്ലാത്ത? അപ്പൊ ഗേൾസ് നിങ്ങളെ ഫാനല്ല? ഗേൾസ് നിങ്ങളെ ഫാനല്ല? ഗേൾസ് ഫാൻസ് ഇല്ലാന്ന് കാരണം അടി ഉണ്ടാക്കാനുള്ള ഒരു സ്കോപ്പ് തരലാണ്. എന്താണ് അങ്ങനെ ആയ ചെയ്യാ ഇല്ലല്ലോ? അമ്മയ്ക്കൊരു എന്റർടൈൻമെന്റ് ഒക്കെ വേണ്ടേ അല്ലേ? അപ്പൊ ഗേൾസ് ഒന്നും ഫാൻസ് ഇല്ലാത്ത വൈശാഖേട്ടനാണ് കേട്ടോ. കേട്ടോ ഇപ്പൊ കമന്റ് വിളിങ്ങനെ മറ്റേതാണ്. വിടാം. അപ്പൊ നമ്മൾ പോവാണ് ഗൈസ്. ബൈ ദ ബൈ, ഇമ്പളെ ഇടയ്ക്കാണ് പോകണമെന്ന് പറയാൻ പറഞ്ഞു. ഒന്ന് ടൗണിൽ പോകണം കേട്ടോ. എനിക്കൊന്ന് ഷോപ്പിക്കൽ പോകണം. വൈശാഖേട്ടന് കാറിൻ്റെ ഒരു ചെറിയ പണിയുണ്ട്, അപ്പോൾ അതിന് പോകണം. എന്താണെന്നുള്ളതല്ലേ, സീറ്റിന് കവർ ഇടാൻ വേണ്ടിയിട്ടാട്ടോ. അങ്ങനെ കൊഞ്ചം വർക്കുകൾ ഉള്ളതുകൊണ്ട് ഞങ്ങളൊന്ന് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് ബോറടിച്ചിട്ടാണ്, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. കാരണം ഇപ്പം എനിക്ക് ഈ വീട്ടിൽ കിടന്നുറങ്ങാനുള്ളൊരു മൂഡായിരുന്നു, മഴയും ഒക്കെ ആയതുകൊണ്ട്. പക്ഷേ ഇതെനിക്ക് പോയേ പറ്റുള്ളതുകൊണ്ടാണ് അങ്ങനെ ഞങ്ങൾ ടൗണിലേക്ക് വെച്ച് പിടിച്ചു. പണ്ടൊക്കെ ഷോപ്പിക്കൽ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറേ ആയിട്ട് ഒരു ഗ്യാപ്പിട്ടാണ് ഞങ്ങൾ പോലും കേട്ടോ. ഇപ്പോൾ ലാസ്റ്റ് പോയത് നൂലുകെട്ടിൻ്റെ മോൻ്റെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഓട്ടപ്പാച്ചിൽ നടത്തിയ ഓർമ്മല്ലേ, നമ്മുടെ നൂലുകെട്ട് പാച്ചിൽ. അതിനോടനുബന്ധിച്ചാണ് ഞാനൊന്ന് ഷോപ്പിക്കേ പോയത്. അല്ലെങ്കിൽ ഇങ്ങനെ നല്ല കേട്ടോ, ആഴ്ചയിൽ എന്ന് പറഞ്ഞ പോലെ ഞാൻ ഷോപ്പിക്കേ പോകുന്നുണ്ട്. എൻ്റെ തറവാടാണെന്ന് തന്നെ ഞാൻ പൊതുവേ പറയൽ. കുറച്ചങ്ങോട്ട് എത്തിയപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് നൈസായിട്ട് മഴയൊക്കെ കിട്ടിയിട്ടോ. പിന്നെ ഈ മഴക്കാലവും പിന്നെ ടൗണിലേക്ക് പോകലും എന്ന് പറഞ്ഞാൽ വലിയൊരു ടാസ്ക്കാണ്. എസ്പെഷ്യലി ഈ ബസ്സിൻ്റെ ഇടയിൽ കൂടെ പോകുന്നത് വൻ ടാസ്ക്കാണ്. ഇവർ പോകുന്ന പോക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയോ രക്ഷപ്പെട്ടിട്ടൊക്കെ അങ്ങോട്ട് എന്താ പറയുക മുന്നോട്ട് പോകുക എന്നൊക്കെ പറയില്ലേ, അതുപോലെയാണ്. പേടിയാവും കേട്ടോ. അങ്ങനെ ഞങ്ങൾ ശോഭികയിൽ എത്തിയിട്ടോ. എന്നെ അവിടെ ഇറക്കി തന്നിട്ട് വൈശാഖേട്ടനും അല്ലുട്ടനും കൂടെ കാറിൻ്റെ സീറ്റ് അടിക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ ഞാൻ അവിടെ കയറി ചെന്ന പാടും നമ്മളെ സ്റ്റാഫ്, ഞാൻ സ്ഥിരമായിട്ട് പോകുന്നതുകൊണ്ടാണ് സ്റ്റാഫിനൊക്കെ കുറേ പേർക്ക് എന്നെ അറിയാം കേട്ടോ. പക്ഷേ ഇപ്പോൾ കുറേ അറേഞ്ച്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ അവിടെ മാറിയതുകൊണ്ട് തന്നെ എനിക്ക് തന്നെ ഫുള്ള് കൺഫ്യൂഷനായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഞാൻ സാരി സെക്ഷനിലേക്കാണ് പോയത്. അവിടെ സ്റ്റാഫ് നമ്മളെ കണ്ടവിടെ ഇത്രയും കാലം എവിടെയായിരുന്നു മോളെ, ഞങ്ങൾ ഇന്നലെയും കൂടെ എൻ്റെ കാര്യം പറഞ്ഞിട്ടുള്ളൂ, ഈ എന്താ അവിടേക്ക് വരാത്തതെന്നൊക്കെ ചോദിച്ചിട്ട്. ഈ ചേച്ചിയൊക്കെ സ്ഥിരമായിട്ട് നമ്മളവിടെ പോകുമ്പോൾ എപ്പോഴും നമ്മുടെ അടുത്ത് ഭയങ്കര സ്നേഹമാണ് കേട്ടോ. നല്ല എന്താ പറയുക, കുറേ കാലങ്ങളായിട്ട് പരിചയമുള്ള ആൾക്കാരാണ് അവിടെ കുറേ പേര്. അപ്പോൾ അവരൊക്കെ വന്ന് വർത്തമാനം പറഞ്ഞു, അമ്മ അവിടെ ഉണ്ടോ, വാവയ്ക്ക് സുഖമാണോ എന്നൊക്കെ വിശേഷങ്ങളൊക്കെ ചോദിച്ചു. പിന്നെ ഇതാ ഈ വരുന്ന മുതൽ അവൾ ടൗണിലുണ്ടായിരുന്നേ. അപ്പോൾ ഞങ്ങൾ ഇവിടേക്ക് വരാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടെ അവിടെ നിന്ന് കുറച്ച് കഥയൊക്കെ പറഞ്ഞ് നമ്മൾ വരുന്നതിന് മുന്നേ ശോഭികയിലെ ഒരു
കോഫി ഞാൻ കുടിച്ചിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഭയങ്കര ഫാനാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടുത്തെ കോഫി. അങ്ങനെ അതൊക്കെ കുടിച്ചിരിക്കുമ്പോഴാണ് ലെവൽ വന്നത്. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം കഥ പറഞ്ഞു. അപ്പോൾ യാദൃശ്ചികമായിട്ട് ഞങ്ങൾ ബ്ലാക്കൊക്കെ ഇട്ടിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. കണ്ടോ, അതിൻ്റെ ഇടയ്ക്ക് ഓളെ സ്ഥിരം ഒരു എക്സ്പ്രഷൻ ഇട്ട് പിന്നെ അയ്യേ ശരിയാ വീഡിയോ എടുക്കുകയാണല്ലോ എന്ന് ഓർമ്മ വന്നു. അവിടെ എന്തൊക്കെയോ അറ്റകുറ്റപ്പണികളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ബ്രൈഡൽ സെക്ഷനൊക്കെ പുതിയതായിട്ട് സെറ്റാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു നല്ല സ്മെല്ല് എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ, പുതിയ പെയിൻറ്റിൻ്റെയും അങ്ങനത്തെ ഒക്കെ സംഭവത്തിൻ്റെ സ്മെല്ല്. അപ്പം ആ സ്മെല്ല് കിട്ടിയപ്പോൾ ഞാൻ ഇങ്ങനെ പറയായിരുന്നു. പിന്നെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ അവിടെയൊക്കെ. ലെഹങ്കേനൊക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഈ സെക്ഷൻ ഫുള്ള് ബ്രൈഡലാക്കാൻ പോവുക. അതിൻ്റെയൊക്കെ കല്യാണം ആകുമ്പോഴത്തേക്കും സെറ്റപ്പ്. അശ്വനിയുടെ കല്യാണത്തിനെല്ലാം ഇവിടെ തന്നെ അല്ലേ ഒച്ചടി മൊത്തം ട്രെൻഡാ. എന്ത് വിളിച്ചു കൊടുക്കുമല്ലോ, ഔട്ട് ഓഫ് ഫാഷനാ ആണ്. ഇപ്പൊ വീട്ടിലെ വിളിച്ചോണ്ടല്ല എന്ന് പറഞ്ഞിട്ട് വിളിച്ചോണ്ട് മതി. അപ്പൊ എന്ത് ചെയ്യും, വലിയ അമ്മിക്കുട്ടി ഇങ്ങോട്ട് എടുക്കും. ഇപ്പൊ ടാറ്റം പറയുന്ന പോലെ മറ്റേ തടറുണ്ട്. എന്ത് ലബനീസാ? ഇവിടെ ലബനീസ് ആണോ ഞങ്ങൾക്ക് സംശയമുണ്ട്. പണ്ടേ ഞാൻ തന്നെ ഓരോന്ന് കാണിച്ചു. എനിക്ക് മനസ്സിലാവാത്തത് അതല്ല, വണ്ടി എടുത്തുകൊണ്ട് വരാത്തവൾ എന്തിനാണ് ഹെൽമെറ്റ് എടുത്ത് വന്നതെന്നാണ്. കാരണം ആയിരുന്നേ ലിഫ്റ്റ് കിട്ടുകയാണെങ്കിൽ ഹെൽമെറ്റ് വെച്ച് പോകാമെന്ന് വിചാരിച്ചിട്ടാണോ, അല്ലെങ്കിൽ ബസ്സിൽ കമ്പിക്ക് തലയിടിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണോ, എന്താണെന്നൊന്നും അറിയില്ല. കുട്ടി ഹെൽമെറ്റ് എടുത്തിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. വണ്ടിയൊക്കെ ഇല്ല, ബസ്സിനൊക്കെയാണ് വരൽ. അപ്പോൾ എന്തായാലും കുട്ടിയുടെ ട്രെൻഡായിട്ട് എടുത്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ മഴ കൊള്ളണ്ടെന്നൊക്കെ വിചാരിച്ചിട്ടാണോ എന്താണെന്നൊന്നും അറിഞ്ഞൂടാ. എന്തായാലും അതൊക്കെ എടുത്തിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട്, കാരണം വൈശാഖേട്ടൻ വരാൻ ഇനി ഒരു 1 അവർ എടുക്കുന്നുള്ള ഒരു വാർത്ത ഞങ്ങളെ ഞെട്ടിച്ചു. പക്ഷെ ഞങ്ങൾ ഞെട്ടിയില്ല, കാരണം ഞങ്ങൾക്കൊന്ന് ചുറ്റിക്കറങ്ങാൻ അവസരമായല്ലോ. അങ്ങനെ കഥയും പറഞ്ഞ് ഞങ്ങൾ ആലവലും പാടി ഇങ്ങനെ നടക്കണത്. പക്ഷെ എന്നാലും ഈ ഇൻസ്റ്റാഗ്രാമൊക്കെ തുറന്നപ്പോൾ റീസെൻ്റ്ലി ഞാൻ ഫുൾ ആക്സിഡൻറ്റിൻ്റെ ന്യൂസ് തന്നെ കാണുന്നത്. അതുകൊണ്ട് എനിക്ക് പേടിയാണ് സത്യം പറഞ്ഞാൽ. വണ്ടി പോകുമ്പോൾ പേടിയാണ്, വഴിയരികിൽ കൂടെ നടന്നു പോകാനും പേടിയാണ്. അതുകൊണ്ട് ഞങ്ങൾ സൂക്ഷിച്ചും കണ്ടും ചിക്കിങ്ങിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ചേരം ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് എന്താ ഞാൻ കഴിക്കട്ടെ. ഏട്ടൻ വരുന്നവരെ നമുക്കിനി ഇവിടെ കഴിഞ്ഞുകൂടാം. chicken lollipop, 9 piece chicken fried rice, tandoori bites, and the hot wings, chicken bites. Hello guys, ശരിക്കും ശ്രദ്ധിക്കും കേട്ടോ. ശ്രദ്ധിക്കുന്നുണ്ട്, മന്ദബുദ്ധിയാണേ. അങ്ങനെ മതി. സ്ഥലകാല ബോധമില്ലാത്തവളാണേ. ഹോട്ട് വിങ്സ് വാങ്ങിച്ചാലോ? പഠിച്ചു പോന്ന് ഇത് കൊണ്ടേക്കോ. എല്ലാം അറിയും പോലെ ഭാവിച്ചു. ലവൾ എന്നെ നാറ്റിക്കും എന്നാണ് തോന്നുന്നത്. അവിടെ നിന്ന് എന്തൊക്കെയാ ബ്ലാ പറയുന്നുണ്ടായിരുന്നേ. ഇത് ആഡ് ചെയ്തോ ക്ലിപ്പ്, അതാകുമ്പോൾ എല്ലാവർക്കും ഇഷ്ടവും. ആ ജീപ്പേ ഞാൻ പണ്ടേ പാത്രം എടുത്ത് പോക്കറ്റിലല്ലേ. പിന്നീട് അവിടെ നടന്ന ചരിത്രം എന്നൊന്നും പറയാൻ പറ്റില്ല. ആസ് യൂഷ്വൽ ഞങ്ങൾ കണ്ടിട്ടില്ല ബ്ലാ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ കഥ പറയാനുണ്ടാവും. ഇപ്പോൾ തലേന്ന് കണ്ട് പിരിഞ്ഞ ഒരാളിനെ പിറ്റേന്ന് കാണുമ്പോൾ പിന്നെയും ഉണ്ടാവും ഞങ്ങൾക്ക് കുറേ കഥ പറയാൻ. അതുകൊണ്ട് ഇനി വൈശാട്ടിന് 1 മണിക്കൂറല്ല 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് വരിക എന്ന് പറഞ്ഞാലും ഞങ്ങളെ വർത്താനം നിർത്താൻ പറ്റൂലേനു കേട്ടോ. കുടുംബശ്രീക്കാർ പോലും ഇങ്ങനെ പറയലുണ്ടാവില്ല. അങ്ങനെ കുറേ കഥയൊക്കെ പറഞ്ഞ് പിന്നെ ഇതിന് മുമ്പേ ഈ ചെക്കൻ ഇവിടെ വന്നിട്ട് സെൽഫ് സർവീസ് ആണെന്ന് പറഞ്ഞപ്പോൾ സെൽഫി നിർക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ ആളാണ് വിളശ്വനി. ഇങ്ങനെ കുറേ കോമഡികൾ ഓളായിട്ട് തന്നെ ഉണ്ടാക്കി വെക്കും കേട്ടോ. അപ്പോൾ ഒക്കെ ബുദ്ധിയില്ലാന്നൊന്നും വിചാരിക്കരുത്, ഒക്കെ ജന്മന അങ്ങനെയാണ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ കുറേ നേരം കത്തിയടിച്ചിട്ടോ. എന്നിട്ട് ഞങ്ങൾ നിർത്തുന്നില്ല. പിന്നെ ഇടയ്ക്ക് ഞങ്ങൾക്ക് ഏട്ടൻ ഓർമ്മ വരുമ്പോൾ, കാരണം ഞങ്ങളുടെ പാവം കഴിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഓർക്കും, അയ്യോ അല്ലും തുമ്പിയൊന്നും കഴിച്ചില്ലല്ലോ എന്ന്. അങ്ങനെ അവരെ ഓർത്തുകൊണ്ട്, കാരണം കാശിക്ക് ഇപ്പം എന്തായാലും കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവർ ഓർത്തുകൊണ്ടാണ് ഞാൻ കഴിച്ചത് കേട്ടോ. അല്ലാതെ ഞാൻ ഓർക്കാത്തൊരു അമ്മയാണ് നിങ്ങൾ വിചാരിക്കരുത്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഇടയ്ക്ക് ഏട്ടനെ ഓർക്കുമ്പോൾ ഏട്ടനെ വിളിക്കും, ഏട്ടാ എവിടെ എത്തി? അപ്പോൾ ഏട്ടൻ ചോദിക്കും ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണെന്ന്. പക്ഷെ അങ്ങനെ അല്ലായിരുന്നു, എവിടെ എത്തുന്നത് ഞങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഏട്ടൻ പറയാം ഇപ്പം എത്തും, പാലത്തിൻ്റെ വീട്ടിലെത്തി, അപ്പുറത്തെത്തി ഇപ്പുറത്തെത്തി എന്നൊക്കെ പറഞ്ഞ് തന്നെന്നും പാടിയിട്ട് വരുന്നുണ്ടായിരുന്നു വൈശേട്ടൻ. അപ്പോൾ വൈശേട്ടൻ കാറിന് സീറ്റ് അടിക്കാനുള്ളത് കുറച്ച് ടൈം എടുക്കുമല്ലോ. അപ്പോൾ ആ സമയമൊക്കെ ഞങ്ങൾ കുറേ കഥയൊക്കെ പറഞ്ഞു. പിന്നെ വിൻസ്മേര അത് പിന്നെ മോഹൻലാലിൻ്റെയാണ്, വിസ്മയേൻ്റെ പേര്, പിന്നെ പ്രണവിൻ്റെ എന്നാണ് അതിലുള്ളത്, അശ്വനിയുടെ ആണ് അതിലുള്ളതെന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ കത്തിയടിക്കാൻ കേട്ടോള്. വിൻസ്മേര മറ്റേ ഇയാളതല്ലേ മോഹൻലാലിൻ്റെ മോളെ പേരെന്താ? വിസ്മയ. അതുമായിട്ട് കണക്ഷൻ തോന്നുന്നുണ്ട്. ഇല്ല, എന്താ അപ്പോൾ മോൻ്റെ പേരിടാത്ത? പ്രണവിൻ്റെ എന്നാണ് വിൻസ്മേറിൻ്റെ എന്നൊന്നും പറയരുത്. ആ പ്രണവിൻ്റെ എന്നെ, മോഹൻലാലിൻ്റെ എന്ന്, സുചിത്രേൻ്റെ എസ്, അശ്വനിൻ്റെ എയുണ്ട്.
മോളാ ഇല്ല ദിനേശൻ മോഹൻലാലെന്നല്ല നിനക്കല്ലേ വേണ്ടത് നീ പോയിക്കോ കോഴി വെക്കുന്നോണ്ടിന് വെള്ളം നല്ല രസമുണ്ടല്ലേ ഫോട്ടോ കളിയായി ഫോട്ടോ എടുക്കാം അങ്ങനെ മക്കളെ ഞങ്ങൾ അവിടുന്ന് അറിഞ്ചം പൊറിഞ്ചം ഫോട്ടോസ് എടുത്തു. കാരണം അവിടുത്തെ ലൈറ്റിംഗ് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അപ്പോഴത്തേക്കും ഫുഡ് ഐറ്റംസ് ഒക്കെ വന്നപ്പോൾ ദൈവത്തിന് മനസ്സിലാക്കി ഞങ്ങൾ അങ്ങോട്ട് തട്ടി കയറ്റിട്ടോ. പിന്നെ ഞങ്ങൾ ഏട്ടനും അല്ലൂസും എത്താനായി എന്ന് കേട്ടപ്പോൾ ഞങ്ങൾ വെച്ചൊന്ന് അവിടെ കയറിയിട്ട് ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ടായിരിക്കും പോകാമെന്ന്. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ കാശീനെ കുറിച്ചൊരു ധാരണ ഉണ്ടായിരുന്നു കേട്ടോ. അയ്യോ അവൻ അലമ്പാക്കുമെന്ന്. അലമ്പാക്കി അമ്മ വിളിക്കും. പിന്നെ അമ്മയിലുള്ളൊരു വിശ്വാസത്തിൻ്റെ മുകളിലാണ് നമ്മൾ ഇങ്ങനെ ഇരിക്കുന്നത്. പിന്നെ ഞങ്ങളെ കഥ പറച്ചിലിന് യാതൊരു കുറവില്ലായിരുന്നു കേട്ടോ. കുറേ ആയിരുന്നു കൊതിയെന്നാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ വിചാരിക്കരുത്, ഇല്ല, സത്യസന്ധമായ കാര്യങ്ങളെ ഞങ്ങൾ ചർച്ച ചെയ്യാറുള്ളൂ. അങ്ങനെ ഞങ്ങൾ കുറേ നേരം കഥയൊക്കെ പറഞ്ഞ് നിന്ന് പിന്നെ വൈശാഖേട്ടൻ പറഞ്ഞു ഇനി അവിടെ കയറണ്ട, നമുക്ക് പോവാം. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് പാഴ്സൽ വാങ്ങിക്കാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം പുറത്തേക്ക് നോക്കിയിരുന്നേ. മഴയ്ക്കൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്, പക്ഷേ എന്നാലും സന്ധ്യയായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കുറേ ലേറ്റായി തുടങ്ങുമ്പോൾ എൻ്റെ അമ്മേൻ്റെ സ്വഭാവം മാറും. കാരണം കുട്ടികളെ അവിടെ ആക്കിയിട്ട് പോയതാണേ. ചെറുത് പ്രത്യേകിച്ച് തുമ്പി അവിടെ നിന്നോളും, കുഴപ്പമില്ല. ചെറുതിന് പിന്നെ കിട്ടാഞ്ഞാൽ പ്രശ്നമാവുമല്ലോ. അപ്പോൾ ചെറുതായിട്ട് പേര് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കും വൈശാഖേട്ടനെത്തി. ഞങ്ങൾ പാഴ്സലും വാങ്ങിച്ചിട്ട് ഇതാ പോവുകയാണ്. പുതിയ സീറ്റ് കവർ നല്ല രസമുണ്ട് കേട്ടോ. പക്ഷേ ഇരട്ടത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഞങ്ങളിതാ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഇനി അവിടെ നിന്ന് എങ്ങനെ അവിടേക്ക് ഈ ഒരു എന്താ പറയുക ചക്രവ്യൂഹത്തിൽ നിന്ന് എങ്ങനെ പുറത്ത് കിടക്കണം എന്നൊക്കെ പറയില്ലേ, അത് കൂട്ടായിരുന്നു. കാരണം അത്യാവശ്യം ബ്ലോക്ക് ഉണ്ടാവും ടൗണിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്നത്. അതും വൈകുന്നേരം സമയങ്ങളാണെങ്കിൽ പറയുകയും വേണ്ട കേട്ടോ. കാരണം പണിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും തിരിച്ചു പോകല്ലേ. അങ്ങനെ വീടെത്താനായി തുടങ്ങുമ്പോഴാണ് സമാധാനം. അതിൻ്റെ ഇടയ്ക്ക് ഒരു പ്രാവശ്യം അമ്മേനെ കോൾ വന്നിട്ടുണ്ടായിരുന്നു. കാശി കരഞ്ഞ അലമ്പാണ്, വേഗം വന്നോ എന്ന് പറഞ്ഞിട്ട്. പക്ഷേ അമ്മ അങ്ങോട്ട് ഓക്കെ ആക്കിയിട്ടുണ്ട് അവനെ. അപ്പം നമ്മൾ വേഗം വീട്ടിലെത്തിയിട്ടുണ്ട്. അമ്മ ഇതാ ഒച്ച കേട്ടപാടും വേഗം പുറത്തേക്ക് ഇറങ്ങി വന്നിട്ടും ഉണ്ട് കേട്ടോ. ചീത്ത പറയാനാണോ എന്തോരോ വന്ന പാടും കാർ സീറ്റ് അങ്ങോട്ട് കാണിച്ചു കൊടുത്തു. അപ്പം അമ്മ അതിലേക്കായി ശ്രദ്ധ കേട്ടോ. ആ ഗ്യാപ്പിന് ഞാൻ മെല്ലെ അകത്തേക്ക് കയറിയിട്ടുണ്ട്. എക്സ്ട്രാ പീസ് ഉള്ളത് അതാ ഞങ്ങൾ പറയണേ. ബ്ലാക്ക് അവിടെ എത്തിയപ്പോ പറയാൻ ഓർമ്മ നല്ലൂര് കഥ പറച്ചിലിന് ഞാനും ഓളൊന്നും ഒട്ടും കുറവ് വരുത്താറില്ല കേട്ടോ. ഇനി വന്ന വടം പിന്നെ ഓള് റീനമ്മേൻ്റെ അടുത്തായി കത്തിയടി. അപ്പോഴത്തേ ഇതാ തുമ്പം ഓടി വന്നിട്ടുണ്ട്. ഓക്കുള്ള കിൻഡർ ജോയ് ഞങ്ങൾ വാങ്ങാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ചിക്കിങ് വാങ്ങിച്ചിട്ടല്ലോ, അത് വെച്ച് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യുക, അല്ലാതെ വേറെ പരിപാടിയൊന്നുമില്ല. കണ്ടിട്ടും നമ്മളെ വലിയ മൈൻഡൊന്നുമില്ല കേട്ടോ. നമ്മൾ ചെറുത് ഇതാ അവിടെ കിടന്ന് ഒച്ച കേട്ട പാടും കരയാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേഗം കയ്യൊക്കെ കഴുകി വന്നിട്ട് വാവേനെ എടുക്കട്ടെ കേട്ടോ. ഓന് ഒച്ച കേട്ടപ്പോഴത്തേക്കും ഭയങ്കര സങ്കടമായിപ്പോയി. ഇന്നാണെങ്കിൽ ഞങ്ങൾ ഒരുങ്ങൊന്നും ചെയ്തില്ല കേട്ടോ. എനിക്ക് പോകേണ്ട തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഓനെ ഞാൻ കണ്ണെന്ന് എഴുതിക്കാൻ വിട്ടുപോയിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് അല്ലൂസും എല്ലാ എക്സാമിൻ്റെ ആൻസർ ഷീറ്റ് കൊണ്ടുപോയിട്ട് അശ്വിനിക്കൊക്കെ കാണിച്ചു കൊടുക്കാൻ കേട്ടോ. നമുക്കത് വിശകലനം ചെയ്ത് പഠിക്കേണ്ടതുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇവന് മണം പിടിക്കാൻ ഒരു പ്രത്യേക കഴിവുണ്ട് കേട്ടോ. കാരണം എൻ്റെ മണം എവിടുന്ന് അവൻ മനസ്സിലാവുന്നതാണ് ഇവിടെ. ഞാൻ എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ അവൻ തപ്പി വരും കേട്ടോ പാലുടിക്കാൻ വേണ്ടിയിട്ട്. അമ്മയെന്ന് എടുത്താൽ അവൻ ആ സീനേ ഇല്ല. അമ്മേൻ്റെ അടുത്തൊക്കെ അങ്ങനെ പറ്റി കിടക്കുവേ, അങ്ങനെ കിടന്ന് ഉറങ്ങുകയൊക്കെ ചെയ്യും. പക്ഷേ എൻ്റെ അടുത്ത് അങ്ങനെയല്ല. ഞാൻ അങ്ങനെ പറ്റിച്ചെടുത്ത് അപ്പോൾ അവന് കുടിക്കണം കേട്ടോ. പിന്നെ ഞാനിതാ വേഗം പോയി ഡ്രസ്സൊക്കെ മാറ്റി വന്നതിന് ശേഷമാണ് പിന്നെ അവന് വേഗം പാലൊക്കെ കൊടുത്തപ്പോഴാണ് മൂപ്പരൊന്ന് ഉഷാറായത്. പിന്നെ അവൻ കളിയും ചിരിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവൻ എല്ലാവരുടെ അടുത്തൊരു കളിയൊക്കെ ആയി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഞാൻ വിളിക്കുമ്പോൾ ഒക്കെ ചെറുതായിട്ട് ഇങ്ങനെ എന്താ പറയുക റെസ്പോണ്ടൊക്കെ ചെയ്യുന്നുണ്ട്. അമ്മേൻ്റെ അടുത്ത് കൊടുത്ത് ഞാൻ പാലൊക്കെ കൊടുത്തതിന് ശേഷം ഇപ്പം നമ്മളെ കാശിക്കോട്ടിന് 2 മാസമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ചെറുതായിട്ട് ഇപ്പം അവൻ ആദ്യം നന്നായി ചിരിക്കും കേട്ടോ. ആദ്യം ഓൻ ഇപ്പോൾ ജനിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ചിരിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ വിളിക്കുന്നതിന് റെസ്പോണ്ട് ചെയ്ത് ചിരിക്കുക, അതായത് ഒരു സോഷ്യൽ ഇൻറ്ററാക്ഷൻ എന്ന് പറയില്ലേ, അതിൻ്റെ ഒരു ടൈം ഇപ്പോൾ ആയി തുടങ്ങിയിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൻ്റേതായ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഓൻ അങ്ങനെയൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ അമ്മയ്ക്കൊക്കെ സങ്കടം കേട്ടോ. അയ്യോ ഓനൊന്ന് കളിച്ച് ചിരിച്ച് സെറ്റായി വരുമ്പോഴത്തേക്കും ഇവർക്ക് പോകാനായല്ലോ എന്നുള്ളൊരു സങ്കടമാണ് കേട്ടോ. എന്താ വെച്ചാൽ അത്യാവശ്യം കുറച്ച് ദൂരം ഉണ്ടല്ലോ. അപ്പോൾ അമ്മയ്ക്കാണെങ്കിലും വയനാട്ടിലെത്തണം, അമ്മയ്ക്കാണെങ്കിൽ പത്തനംതിട്ട. സോ ഇത്രയും ദൂരം ഉണ്ടല്ലോ. അപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് ഓടി വന്ന് കാണാനൊന്നും കഴിയില്ല. എന്നാലും അതൊരു സങ്കടമാണ്. ഇപ്പം ഇവർക്ക് പോകാനായി തുടങ്ങുമ്പോൾ മക്കൾക്കാണേലും എനിക്കാണേലും ഇവർക്കാണേലും ഒക്കെ ഒരു സങ്കടം തന്നെയാണ്. ചില സമയം മൂപ്പര് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഉറങ്ങിയെന്ന് അങ്ങോട്ട് നമ്മളെ വിശ്വസിപ്പിക്കും. കിടത്താൻ വേണ്ടി നമ്മൾ ഇങ്ങനെ കൊണ്ടുപോകുമ്പോഴേക്കും കണ്ണൊക്കെ തുറന്ന് അങ്ങോട്ട് ഇരിക്കുക. അതുപോലെയാണ് ഇപ്പോഴും ഉറങ്ങിയെന്ന് വിചാരിച്ചോർത്തുനിന്ന് പിന്നീട് കണ്ണുറന്ന് ഇങ്ങനെ നോക്കുന്നത്. നമ്മുടെ അല്ലൂസിൻ്റെ എക്സാമിൻ്റെ ആൻസർ ഷീറ്റ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് മാർക്ക് എന്നില്ലല്ലോ. ഓക്കെ, അപ്പം ഇത് വന്നിട്ട് EVS കേട്ടോ. തുമ്പി വെച്ചുണ്ടാക്കല്ലേ. EVSന് അല്ലൂസിന് 20-ൽ 20 ഫുൾ മാർക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ തുമ്പി മോളെ.
ഇങ്ങോട്ട് വാ നോക്കുക. അപ്പോൾ ഏട്ടൻ്റെ മാർക്ക് എത്ര ഉണ്ട് നോക്കുക. അപ്പുറത്തൂടെ വാ. ഇതൊക്കെ ഏട്ടൻ എത്ര മാർക്കുള്ളത് നോക്കിയേ. ഫുൾ മാർക്ക് തുമ്പി കണ്ടോ. ഇത് മലയാളത്തിന് 1/2 മാർക്ക് മിസ്സായിട്ടുണ്ട് ഗൈസ്. 1/2 മാർക്ക് ഏതോ വൈക്ക് അങ്ങ് പോയിട്ടുണ്ട്. അത് ഞാൻ പഠിപ്പിക്കാനായിട്ടാണെന്നാണ് ഓൻ പറയുന്നത്. ഞാൻ പഠിപ്പിച്ചില്ലോ അല്ലേ, നിറപറാന്ന് എഴുതാൻ അമ്മ പഠിപ്പിച്ചില്ല എന്നല്ലേ. പറയിൽ നെല്ല് നിറച്ചാൽ നിറപറയാകും തത്തമ്മേ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അയ്യടി ഇല്ല എന്നങ്ങോട്ട് പറഞ്ഞാൽ മതി. പിന്നെ എന്നാലും ഓക്കെ. പിന്നെ ഇതാ മാത്സിന് ഫുൾ മാർക്കുണ്ട്, 20/20. വെരി ഗുഡ്. അടുത്തതാണ് ഞങ്ങൾക്കൊരു ഇച്ചിരി മാർക്ക് പോയത് കേട്ടോ, ഇംഗ്ലീഷ്. അതിൻ്റെ മാർക്ക് പോകാനുള്ള റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് ക്വസ്റ്റ്യൻ ഒന്ന് മാറിപ്പോയി. അതായത് റൈറ്റ് ദ സ്മോൾ ലെറ്റേഴ്സ് ആണ്, അതായത് ഈ ലെറ്റേഴ്സിൻ്റെ സ്മോൾ ലെറ്റേഴ്സ് ആണ് ഇവിടെ എഴുതേണ്ടിയിരുന്നത്. പക്ഷേ ഇവൻ വിചാരിച്ചു നെക്സ്റ്റ് ലെറ്റർ ആണെന്ന് അല്ലേ. ബി കഴിഞ്ഞിട്ട് സി, എം കഴിഞ്ഞിട്ട് എൻ, ജി കഴിഞ്ഞിട്ട് എച്ച്, ആർ കഴിഞ്ഞിട്ട് എസ് എന്ന് പറഞ്ഞിട്ട് എല്ലാത്തിൻ്റെയും നെക്സ്റ്റ് ലെറ്റേഴ്സ് അവനവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ മാറിപ്പോയതാണ് സംഭവം, അല്ലാതെ അറിയാഞ്ഞിട്ടല്ല അല്ലേ. ഇതിൻ്റെയൊക്കെ സ്മോൾ ലെറ്റർ ആയിരുന്നു എഴുതേണ്ടിയിരുന്നത്. മിസ്സിനൊന്ന് പറഞ്ഞു തരാമായിരുന്നു അല്ലേ ക്വസ്റ്റ്യൻ. ഇവിടെ എന്താ ഇത് 4 മാർക്കും ഇവിടെ ഏതാ അവിടെ ഒറ്റയ്ക്കുള്ള സർക്കിൾ ചെയ്യാൻ ഒരെണ്ണം സർക്കിൾ ചെയ്യാൻ മൂപ്പര് മറന്നുപോയി. അങ്ങനെയുള്ള ചെറിയൊരു മിസ്റ്റേക്ക് കാരണം മൂപ്പർക്ക് ഒരു 5 മാർക്ക് പോയിട്ടുണ്ട്. പക്ഷെ അടുത്ത പ്രാവശ്യം അത് പിടിക്കൂലേ. അപ്പൊ വെരി ഗുഡ്. പൂച്ച അതെന്താ അപ്പൊ കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു പറ. മുഖം ഇത് കഴിച്ചിട്ട് മുഖം കഴിക്കില്ല, ആദ്യം പോയി മുഖം കഴുകി വരൂ. ആളെ നമ്മൾ അവിടെ കിടത്തിയിട്ടുണ്ട്. ആള് കിടക്കുന്നാണ് പ്രതീക്ഷിക്കുന്നത്. അവിടെ കിടക്കട്ടെ. അപ്പൊ നമുക്ക് ഇവരെ പഠിപ്പിക്കാം. അല്ലൂസിനെ നാളത്തേക്ക് ഡിക്റ്റേഷനൊക്കെ ഉണ്ട്, അത് പഠിപ്പിക്കുകയാണ് കേട്ടോ. എടോ എങ്ങനെയാണ് ഓടി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്നതെന്ന് അറിഞ്ഞൂടാ. കാരണം മോൻ കരഞ്ഞു നേട്ടപ്പോന് പാൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഓടി പിടിച്ച് വന്നത്. ഡ്രസ്സൊക്കെ മാറി അവന് പാലൊക്കെ കൊടുത്ത് ഇനി ഇപ്പം ഇതാ വൈശാഖേട്ടൻ അശ്വിനിനെ കൊണ്ടാക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. ഇനി ഞാൻ അല്ലൂസിനെ പഠിപ്പിക്കാൻ പോവാണ് അല്ലല്ലോ. യെസ്, എന്തൊരു സന്തോഷം. പിന്നെ മലയാളം ആയതുകൊണ്ട് കുഴപ്പമില്ല. അല്ല എല്ലാം ഉണ്ട്. EVS ഒക്കെ പഠിക്കാണ്ട്, മലയാളം മാത്രം പോരാ കേട്ടോ. ഓക്കെ ഗൈസ്, ഞാൻ പോയി പഠിപ്പിക്കട്ടെ അല്ലേ തുമ്പി. എന്താണേ കാശിക്കുട്ടന് എന്താണേ. അമ്മയുടെ കുട്ടി ഇന്ന് ഒരുങ്ങിയിട്ടൊന്നുമില്ല ഗൈസ്. ഞങ്ങള് കാശിക്കുട്ടൻ ഇന്ന് ഒരുക്കിയിട്ടൊന്നുമില്ല. ഞാൻ പോവേണ്ട തിരക്കിലായി പോയി. എന്നെ ഒരുക്കിയില്ല എന്നല്ലേ കാശി. ഊരൊക്കെ പൊക്കി തരുന്നുണ്ട്, എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഈശ്വരന്മാരേ, ഇവള് വന്നോന്ന്. മോളെ നോക്കിയിട്ട് മെല്ലെ മെല്ലെ കേട്ടോ, മെല്ലെ. മോളെ സ്നേഹപ്രകടനം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. മെല്ലെ മതി മോളെ, മതി. പാവല്ലേ വാവാ. ചോട്ട അല്ലേ. അവന് അങ്ങനത്തെ വിളവൊക്കെ ഉണ്ട്. മതി മതി. ഓള് മൈനോസ് വെച്ചിട്ട് കഴിയില്ല, എന്നിട്ട് കുട്ടീനെ തുടങ്ങി. മൈനോസ് എന്ത്? മൈനോസ് പീലി. എന്താണ് പീലി? പീലി. ഇവിടെ നോക്ക്, നേരെ എഴുത്. വീണ. വീണയാണോ? വീണ. വെരി ഗുഡ്, സൂപ്പർ. പാലൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ ഭക്ഷണം കഴിക്കുന്ന സമയം കാശി കൊട്ടുന്നതാ അമ്മമ്മേൻ്റെ അടുത്ത് കൊണ്ട് കിടത്തിയതായിരുന്നു. അപ്പോൾ നോക്കുമ്പോൾ എടവും വലവും ഏട്ടനോ ഏച്ചിയും കൂടെ പോയി അങ്ങ് കിടന്നിട്ടോ. അല്ലൂസ് ആണെങ്കിൽ ഒരു കയ്യകലം വിട്ടിട്ടേ ഓൻ്റെ അടുത്ത് നിൽക്കും. അതായത് ഓന് മേല് വേദന ആവുന്ന പരിപാടി ഒന്നും ചെയ്യില്ല. പക്ഷേ തുമ്പമ്മ അങ്ങനെയല്ല, കുറച്ച് സ്നേഹപ്രകടനം കൂടുതലാണ്. അതുകൊണ്ട് വാവയ്ക്ക് എന്തെങ്കിലും പറ്റുമോ അല്ലെങ്കിൽ വേദന ആവുമോ എന്നുള്ളൊരു പേടിയുണ്ട്. അതുകൊണ്ട് എപ്പോഴും ഞങ്ങൾ കണ്ണ് ഫുൾ അവിടെയാണ് കേട്ടോ. ഇവരൊക്കെ പോയാൽ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ കേട്ടോ. പിന്നെ അത് അവിടെ എടുത്ത് കാര്യമായിട്ട് വ്ളോഗ് എടുക്കുന്നുണ്ട്. നമ്മൾ എടുക്കുന്ന വ്ളോഗ് ഒന്നും നോക്ക് കാര്യമില്ല. ഓൾ എടുത്ത് കഴിഞ്ഞിട്ട് അതിലൊരു സാറ്റിസ്ഫാക്ഷൻ നോക്കുന്നുണ്ട്. എന്നിട്ട് അത് നമ്മളെ കാണിച്ചു തരും കേട്ടോ. നമ്മൾ കണ്ടതായി പറയണം, അതിൽ അഭിപ്രായം പറയണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, എല്ലാം ചെയ്യണം. അല്ലൂട്ടിന് തീർത്തും പുച്ഛഭാവം കണ്ടില്ലേ. എന്തോ വ്ളോഗോ എന്തോ എടുത്ത് പോട്ടേന്ന്. പക്ഷേ കാശി ഭയങ്കരമായിട്ട് പോസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓൾ വീഡിയോ എടുക്കുന്നതിനൊക്കെ നമ്മൾ ഫോണൊക്കെ പിടിക്കണ കണ്ടാൽ മൂപ്പർക്ക് അങ്ങോട്ടൊരു ചായ്വുണ്ട്. പിന്നെ ഓനെ പറഞ്ഞിട്ട് കാര്യമില്ല, വയറ്റ് കിടക്കുമ്പോഴേ ഓൻ ഇതൊക്കെയല്ലേ കണ്ടു അറിഞ്ഞും വളർന്നത്. അതുകൊണ്ട് ഓൻ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ തുമ്പമ്മേൻ്റെ വ്ളോഗിനും മൂപ്പർ കാര്യമായിട്ട് പോസ് ചെയ്യുന്നുണ്ട്.
അങ്ങനെ ഓളെ വ്ളോഗിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞങ്ങൾ പയ്യെ അവരെയൊക്കെ ഒന്ന് ഉറക്കട്ടെ കേട്ടോ. അപ്പോൾ അതാ കാശിക്കുട്ടൻ നല്ല ഉറക്കമായിരുന്നേ. അപ്പോൾ ഞാൻ വൈൻഡപ്പിന് വേണ്ടി വെറുതെ വീഡിയോ എടുത്തതാണ്. അപ്പോൾ അതാ മൂപ്പരൊരു ചിരിയും പാസ്സാക്കി തന്നിട്ടുണ്ട്. സോ കാശിക്കുട്ടൻ്റെ ചിരിയോട് കൂടി നമുക്ക് ഇന്നത്തെ വ്ളോഗ് ഒന്ന് അവസാനിപ്പിക്കാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു, ബൈ.